ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 30 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹോളിവുഡ് സിനിമയാണ് സൂപ്പർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. മാർവൽ സ്റ്റുഡിയോസിന്റെ കോമിക് യൂണിവേഴ്സിലെ 38ാമത്തെ ചാപ്റ്ററായ ഈ സിനിമയ്ക്ക് 4-ാം ദിവസം കൂടിയായി ഇന്ന് ഞായറാഴ്ചയും കേരളത്തിൽ വമ്പൻ പ്രീസെയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ അഡ്വാൻസ് ബുക്കിലൂടെ പ്രീസെയിലായി ലഭിച്ചത് 3,49 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഇന്ന് ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ 3,73 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5,42 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് 15,67 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. കേരള ഷെയറായി മാത്രം 7 കോടി രൂപ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുമുണ്ട്. തമിഴ്നാട്ടിൽ 5,38 ലക്ഷമായിരുന്നു ഇന്നലെ ശനിയാഴ്ചയിലെ പ്രീസെയിലെങ്കിൽ ഇന്ന് ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ 5,75 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് ഈ സിനിമ 225 കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ നേടിയെടുത്തിട്ടുള്ളത്. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് ജൂലൈ 23 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ജനനായകൻ. ഈ സിനിമ 11-ാം ദിവസമായ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് തമിഴ്നാട്ടിൽ അഡ്വാൻസ് ബുക്കിലൂടെ പ്രീസെയിലായി മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 5,13 ലക്ഷം രൂപയാണ്. ഇന്ന് സിനിമയ്ക്ക് ബുക്ക് മൈഷയിലൂടെ മണിക്കൂറിൽ 9,000-10,000 ടിക്കറ്റുകൾ വരെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അതേസമയം ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 30 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ 15,70 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസായി 10 ദിവസം കൊണ്ട് 286 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരുന്നത്. ദി ഒഡീസി എന്ന ഹോളിവുഡ് സിനിമ 16-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 33 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 16 ദിവസം കൊണ്ട് കേരള കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 11,45 ലക്ഷം രൂപയാണ്. മഹാരാഷ്ട്രയിൽ 40,60, ദില്ലിയിൽ 28,96, കർണാടകയിൽ 34,1 ലക്ഷം, തെലങ്കാനയിൽ 16,20, ആന്ധ്രയിൽ 6,02, തമിഴ്നാട്ടിൽ 13,75 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത് 189,35 ലക്ഷം രൂപയാണ്. ഇന്ത്യയിൽ നിന്ന് ഷെയറായി $19.85 മില്യൺ, അതായത് 82,21 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. $250 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസായി കിട്ടിയിരിക്കുന്നത് $721 മില്യൺ. കുഞ്ചാക്കോ ബോബൻ നായകനായി കിരൺദാസ് സംവിധാനം ചെയ്ത് ജൂലൈ 31 തിയേറ്ററിൽ മിക്സഡ് ഓപ്പറായി നേടുന്ന മലയാള സിനിമയാണ് ഉന്മാദം. ചിത്രത്തിൽ ലിജോ മോൾ ജോസ്, സിദ്ദീഖ്, കൃഷ്ണപ്രഭ, സാബുമൺ, സുധീഷ് എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 85 ലക്ഷം രൂപയും രണ്ടാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 78 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1,63 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 2,50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 30 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്ലൂട്ടോ. ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നീരജ് മാധവ്, അൽതാഫ് സലീം, ഹർഷ ചാന്ദിനി ബൈജു, അജു വർഗീസ്, വിനീത് തട്ടിൽ, ദിനേശ് പ്രഭാകർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 20 ലക്ഷം രൂപയാണ്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ 60 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കരവാലി എന്ന കന്നഡ സിനിമയുടെ 9 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ ശനിയാഴ്ച കർണാടകയിൽ 61 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് ആദ്യ 9 ദിവസം കൊണ്ട് കർണാടകയിൽ നിന്ന് ഗ്രോസായി കിട്ടിയിരിക്കുന്നത് 6,21 ലക്ഷം രൂപയാണ്. 4,60 ലക്ഷം ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് 2,99 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 14 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വരവ്. ഈ സിനിമ ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,60,000 രൂപയാണ്. അങ്ങനെ കേരളത്തിൽ 6,04 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 6,32 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസായി 8,41 ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.